ഹായ് ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ ഉള്ളത് ഗോൽക്കൊണ്ട ഫോർട്ടിലാണ്. സഞ്ചാരപ്രിയര് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. ഹൈദരാബാദിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗോൽക്കൊണ്ട ഫോർട്ടിൽ വന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കണം. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് റായ്ദുർഗിൽ ഹോട്ടൽ 5 എലമെന്റ്സിലാണ്. അവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ പെടാമാകുടി എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടെ വരെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 25 രൂപയാണ്. ഞങ്ങൾക്ക് 2 പേർക്ക് കൂടി 50 രൂപയായി. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു ഊബർ ഓട്ടോ വിളിച്ച് നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ടിൽ വന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ ആയത് 80 രൂപയാണ് ഊബർ ഓട്ടോയ്ക്ക്. 80 അല്ലെങ്കിൽ 85 രൂപ ചാർജ് ആവും. അത് ഇറ്റ് ഡിപ്പെൻസ്, ഓട്ടോ അവൈലബിൾ ആയിട്ടുള്ളതുപോലെ നമുക്ക് ചാർജുകൾ മാറി മറിയും. നമുക്ക് 85 രൂപ അല്ലെങ്കിൽ 80 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഓട്ടോ കിട്ടി. അപ്പോൾ നമുക്ക് തുടർന്നുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, വെൽക്കം ടു കൽക്കണ്ടം വീഡിയോ ഡയറീസ് യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, നമ്മളപ്പോൾ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. മനോഹരമായിട്ടുള്ളൊരു കവാടം നമുക്ക് കാണാനായിട്ട് പറ്റും. കല്ലുകൊണ്ട് പണിതിരിക്കുന്ന ഒരു കവാടം. അപ്പോൾ കോട്ടയ്ക്കുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാം. ചെറിയ കവാടത്തിൽ നിന്നും മുൻപോട്ട് വരുമ്പോൾ ഇതുപോലൊരു ചെറിയ ഒരു പ്രവേശനം നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഫുള്ളും കല്ലാണ് ഇവിടെ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കല്ലുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവനെ നമുക്ക് പറയാം കല്ലുകൊണ്ട് നിർമ്മിച്ച കോട്ടയാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. നമ്മൾ വന്ന വഴിയാണ്. നല്ല രസമില്ലേ കാണാൻ? ആ ഒരു സൂര്യപ്രകാശം അതിനുള്ളിലേക്ക് അടിക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. നമുക്ക് കാണാം വെളിയിൽ നിന്ന് ആൾക്കാർ അകത്തോട്ട് പ്രവേശിക്കുന്നത്. നമ്മൾ അവിടെ നിന്നാണ് ഉള്ളിലോട്ട് വന്നത്. നമ്മളാണെങ്കിൽ ചൂടത്തൊക്കെ ആണെങ്കിൽ ലുലു മാളിൽ പോകുമല്ലേ, ഒന്ന് എൻജോയ് ചെയ്യാൻ ചില്ല് ചെയ്യാനായിട്ട് ലുലു മാളിൽ പോകുമെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അകത്ത് നല്ല നാച്ചുറൽ കൂളിംഗ്. അതെ, ഇവിടെ 25 രൂപയേ ഉള്ളൂ പെർ പേഴ്സണ്. ആ ഒരു ഫെയറിൽ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു കാര്യം അല്ലേ? വർത്ത് ഗൈസ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ വെളിയിൽ കാണുന്ന പോലല്ല, അകത്ത് നല്ല തണുപ്പാണ്. പക്ഷെ വെളിയിലോട്ട് ഇറങ്ങിയാൽ നല്ല ചൂടാ. ഗൈസ്, നമ്മളിപ്പം നമ്മൾ കണ്ട സ്ഥലത്ത് നിന്നും ഉള്ളിലേക്ക് ഒരു ഗുഹ. ആ ഗുഹയ്ക്കകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇതുപോലുള്ള ചെറിയ ഗുഹകളുണ്ട് ഇവിടെ. അപ്പം നമ്മൾ ഒരു ആകാംക്ഷയുടെ പുറത്ത് ഇങ്ങോട്ടൊന്ന് കയറി നോക്കിയതാണ്. നല്ല സ്ഥലമാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഇരുന്നിങ്ങനെ ആസ്വദിക്കാം. ഗൈസ്, ഇവിടെ നല്ല ഇരുട്ടാണ്. നമ്മൾ S24 അൾട്രയിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും വെളിച്ചം. ശരിക്കും ഇത്രയും വെളിച്ചമില്ല. നല്ല ഇരുട്ടാണ് ഈ സ്ഥലത്ത്. കൊള്ളാം. നല്ല ഭംഗിയുള്ള മറ്റൊരു സ്ഥലം കണ്ടോ. ഇതിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വലിച്ചു കയറി ഓരോരുത്തർ നിൽക്കുന്നത്. നല്ല ഫോട്ടോജനിക്കായിട്ടുള്ള പ്ലേസ് ആണ്. അവിടെ കയറാൻ ഇച്ചിരി പാടാണ്. അതുമാത്രമേ അവിടെ കയറി കഴിഞ്ഞ് നല്ലൊരു ഫോട്ടോ കിട്ടും. തട്ടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു തടി കൊണ്ടൊരു നടപ്പാത ഇതുപോലെ നമ്മുടെ നടുവിൽ കൂടെ ഒരുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലിൽ തട്ടി വീഴാതെ നമുക്ക് സേഫായിട്ട് നടന്നു പോകാനായിട്ട് ഇതുപോലൊരു നടപ്പാത ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തോട്ട് പോകുമ്പോൾ ഇതുപോലൊരു കവാടം കാണും. അപ്പം ഓരോ കവാടത്തിൽ നിന്നും നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ വേറെ വേറെയാണ്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്. അടിപൊളിയാണ് നമ്മുടെ ഫോർട്ടാണ്? അടിപൊളിയാണ് നമ്മുടെ ഗോൽക്കൊണ്ട ഫോർട്ട്. ഗൈസ്, ഇത് കണ്ടോ, ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ ഫ്രണ്ട് വശമാണിത്. ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേജ് പോലെ ഒരു സംഭവം കെട്ടിയിട്ടിട്ടുണ്ട്. പണ്ട് കാലത്തെ എന്തെങ്കിലും ഒരു പെർഫോമൻസുകളൊക്കെ നടത്തിയിരുന്നത് ഇവിടെ ആയിരുന്നിരിക്കണം. ഇവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നടത്തുവാൻ വേണ്ടിയിട്ട് ആണെന്ന് തോന്നുന്നു. ഇതുപോലൊരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇപ്പോൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള വ്യൂ ആണ് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോരാനായിട്ട് തോന്നുന്നില്ല. അതുപോലെ ഭംഗിയാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. നൈസ്. സോ ഗൈസ്, നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്നു കേട്ടോ. നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ടിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് പെത്താമാകുടി മെട്രോ സ്റ്റേഷനിൽ വന്നു. ഇനി നമ്മൾ ഇവിടെ നിന്നും MGBS മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി വിളിച്ച് എങ്ങോട്ട് പോകും? ചാർമിനാറിലോട്ട് പോകും. അപ്പോൾ MGBS മെട്രോ സ്റ്റേഷന് അടുത്താണ് നമ്മുടെ ചാർമിനാർ.
ഇനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മുടെ ട്രെയിൻ വന്ന് നമ്മൾ കയറാൻ പോവാം. നമ്മൾ മെട്രോയിൽ കയറുമ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ ബാഗ് ഇടണം. ബാക്കിയുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഫ്രണ്ടിലോട്ട് കങ്കാരു ബാഗ് പോലെ ഇടണം. നമ്മൾ പെദ്ദാമാകുടിയിൽ നിന്ന് അമീർപേട്ട് സ്റ്റേഷനിൽ ഇറങ്ങി നമുക്ക് MGBS സ്റ്റേഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബ്ലൂ ലൈനിൽ നിന്നും റെഡ് ലൈനിലോട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ 2 ട്രെയിൻ നമ്മൾ കയറണം. അമീർപേട്ട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിട്ട് അടുത്ത ട്രെയിനിൽ കയറി വേണം MGBS സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ ചാർമിനാർ എത്തി. നമ്മുടെ അടുത്ത സ്പോട്ടാണ് ചാർമിനാർ. സൺഡേ ആണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്ക് ഇവിടെ ഉണ്ട്. അങ്ങോട്ടൊന്ന് നോക്കിയേ, അവിടുന്ന് കാണിച്ചു കൊടുത്തേ. ഓട്ടോയൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അവസാനം നമുക്കൊരു ഓട്ടോ കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇനി നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. നമ്മളങ്ങനെ കൈരട്ടാബാദ് എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനിൽ വന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ഹുസൈൻ സാഗറിലോട്ട് പോകുന്നത്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് ഹുസൈൻ സാഗറിലോട്ട്. അപ്പോൾ നമുക്ക് ഹുസൈൻ സാഗറോട് കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാം. നമ്മുടെ ലാസ്റ്റ് സ്പോട്ടാണ് ഹുസൈൻ സാഗർ. ഡോക്ടർ BR അംബേദ്കറിന്റെ നാമത്തിലുള്ള തെലങ്കാന സെക്രട്ടേറിയറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റാച്യു തൊട്ടപ്പുറത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് 2 മെട്രോ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. രസകരം എന്തെന്ന് വെച്ചാൽ ഹുസൈൻ സാഗർ ലേക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. തെലങ്കാന സെക്രട്ടേറിയറ്റിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഹുസൈൻ സാഗർ ലേക്ക്. ഗൈസ്, ഈ ഓട്ടോ ചേട്ടന് കഴിഞ്ഞ മാസം ശബരിമല വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആഹാര രീതിയൊക്കെ ഡിഫറെൻ്റ് ആണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്, അല്ലേ? ഇവരുടെ ആഹാര രീതി ഇവർ കുറച്ച് ടു മച്ച് സ്പൈസി ഹിയർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ മുൻപിലാണ്. അപ്പോൾ നമുക്ക് ഇതും കാണാനായിട്ട് പറ്റി. നമ്മൾ കണ്ടല്ലോ, വരുന്ന വഴിക്ക് നമ്മൾ അംബേദ്കർ സ്റ്റാച്യുവും കണ്ടു. അത് തൊട്ടപ്പുറത്താണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ബിർള മന്ദിർ. നമുക്കിവിടെ വരാം, അകത്ത് പ്രവേശിക്കാം, പക്ഷേ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കിനി ലുംബിനി പാർക്കിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ളിലൂടെയാണ് നമുക്ക് ഹുസൈൻ സാഗർ ലേക്കിലേക്ക് പോകേണ്ടത്. ഗൈസ്, നമ്മളങ്ങനെ ലുംബിനി പാർക്കിൽ വന്നു. ഇതിനകത്തൂടെയാണ് നമുക്ക് ഹുസൈൻ സാഗർ ലേക്കിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതാണ് എൻട്രൻസ്, ഇതാണ് ഗേറ്റ്. ഇവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് പോകാം. ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ടിക്കറ്റ് കൗണ്ടറാണ്. ലുംബിനി പാർക്കിൽ പ്രവേശിക്കുന്നതിന് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ചാർജ് ചെയ്യുന്നത്. ലുംബിനി പാർക്കിനുള്ളിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഹുസൈൻ സാഗർ ലേക്ക് തന്നെയാണ്. കൃത്രിമമായി പണിതെടുത്ത മനുഷ്യനിർമ്മിതമായിട്ടുള്ള തടാകമാണ് ഹുസൈൻ സാഗർ ലേക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് കണ്ട് ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് ബോട്ടിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം നമ്മൾ ബോട്ടിങ്ങിനായി ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ നമ്മൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ടിക്കറ്റ് കൗണ്ടറിൽ തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വന്നത്. സമയം ഏകദേശം 8:45. അപ്പോൾ നമുക്കിനി ബോട്ടിലെ കാഴ്ചകളിലേക്ക് പോകാം. ഗൈസ്, ഈ ബോട്ടിന്റെ ഒരു ഷേപ്പ് കണ്ടോ? ജങ്കാറ് പോലത്തെ ഒരു ബോട്ടാണിത്. ഇതിന്റെ ഷേപ്പ് ഒരു വ്യത്യസ്തമായ ഷേപ്പാണ്. ഭയങ്കര നീളമാണ് ഈ ഒരു ബോട്ടിന്. ഇവിടെ നിന്ന് ഇവിടെ വരെ ഉണ്ട് ബോട്ട്. ഗൈസ്, അടുത്ത ബോട്ട് വന്നു. മിക്കവാറും ഈ ബോട്ടിലായിരിക്കും നമ്മൾ പോകുന്നത്. ആ ബോട്ട് ആടുന്ന കണ്ടിട്ടേ പേടിയാവുന്നു. ഇപ്പൊ ആട്ടം കുറഞ്ഞു, മുമ്പേ നന്നായിട്ട് ആടിയായിരുന്നു. ബോട്ട് റൈഡിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട്. ബുദ്ധ സ്റ്റാച്ചു, അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. എങ്ങനെയുണ്ട്? സീറ്റൊക്കെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്, നല്ല കംഫി സീസാണ്. അപ്പൊ നമ്മൾ ബോട്ടിൽ കയറിയിരുന്നേ, നല്ല വൈബാ. ഇന്നത്തെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈവനിങ് വൈബ് അല്ലേ? നല്ല രസമുണ്ട്. പിന്നെന്താണ്, നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ആൾക്കാർ ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഭയങ്കര ആളാ. ഇന്ന് അവധി ദിവസമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈവനിങ്ങിലാണ് ഇവിടെ വരണ്ടേ. ഹുസൈൻ സാഗർ ലേക്ക് കാണാൻ സ്പോട്ടാണ്. ഈവനിങ്ങിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഹുസൈൻ സാഗർ ലേക്ക്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹുസൈൻ സാഗർ ലേക്ക് കാണുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സെക്രട്ടേറിയറ്റ് കാണാം, ബിർള മന്ദിർ കാണാം.
പിന്നെ ഡോക്ടർ ലുംബിനി പാർക്ക്, അംബേദ്കറിന്റെ സ്റ്റാച്ചു ഉണ്ട്. അതെ അതെ, ഡോക്ടർ അംബേദ്കറിന്റെ സ്റ്റാച്ചു ഉണ്ട്. ലുംബിനി പാർക്കിന്റെ ഉള്ളിലാണ് ഈ ഒരു ലേക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. സോ ഗൈസ്, ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലുംബിനി പാർക്കിൽ വരിക. ലുംബിനി പാർക്കിനകത്ത് തന്നെയാണ് ഈ ഒരു ഹുസൈൻ സാഗർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ലുംബിനി പാർക്കിൽ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് വെറും 20 രൂപ മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ഫീ. അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ 10 രൂപ മാത്രമേ ഉള്ളൂ. അഡൽറ്റിന് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയും. അപ്പം നമ്മൾ ഹുസൈൻ സാഗർ ലേക്കിലാണ് ബോട്ടിംഗ് നടത്തുന്നത്. ഹുസൈൻ സാഗർ ലേക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിത തടാകമാണ്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത തടാകമാണ്. 1562 ഇബ്രാഹിം കുലി കുത്തബ് ഷാ പണികൽപ്പിച്ച ഒരു തടാകമാണ് നമ്മുടെ ഹുസൈൻ സാഗർ ലേക്ക്. നമ്മൾ ഹുസൈൻ സാഗർ ലേക്കിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഗൗതമ ബുദ്ധ സ്റ്റാച്ചുവിന്റെ അടുക്കിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ട് അടുപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങി നിൽക്കാം. അപ്പോൾ നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗൗതമ ബുദ്ധ സ്റ്റാച്ചുവിന്റെ മുമ്പിലാണ്. ഹുസൈൻ സാഗർ ലേക്കിന്റെ നടുഭാഗത്തായിട്ടാണ് ഈ ഒരു സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞിന്നത്തെ ഡേ? അടിപൊളിയായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മള് ഗോൾക്കൊണ്ട ഫോർട്ടിൽ പോയി, ചാർമിനാർ പോയി, ഇവിടെ ലുംബിനി പാർക്ക് വന്നിട്ട് ഹുസൈൻ സാഗറിൽ ബോട്ടിങ്ങിനും പോയി. അതെ അതെ, സമയം ഇപ്പം 9:30 ആയിട്ടുണ്ട്. നമുക്ക് റൂമിൽ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഡ്രസ് മാറ്റി കുളിച്ച്, ഡ്രസ് മാറണം, കുളിക്കണം, പിന്നെ കഴിക്കണമെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യണം. നമ്മൾ സൊമാറ്റോ വഴിയാണ് ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. നമ്മളിപ്പോ തിരിച്ചു പോവാം. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. ആ ഒരു കാറ്റൊക്കെ കൊണ്ട് കുളിർമയൊക്കെ ഏറ്റ് ഇങ്ങനെ പോകാൻ നല്ല കുഞ്ഞോട്ടിരുന്ന് ഉറങ്ങുക.